വെൽക്കം ബാക്ക് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ എംഒ തിയറിയുടെ മറ്റൊരു പോർഷനിലേക്ക് കടക്കുകയാണ്. ഈ ഒരു പോർഷനിൽ നമ്മൾ എംഒ തിയറി ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ അയോണിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവെ എംഒ തിയറി എങ്ങനെയാണ് ഡയറ്റോമിക് മോളിക്കുലർ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുന്നതെന്നും നമ്മളിവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹൈഡ്രജൻ മോളിക്യൂൾ അയോൺ. ഹൈഡ്രജൻ മോളിക്യൂൾ അയണിനെ നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ്, ദാറ്റ് ഈസ് അതിൽ ഇരുന്ന് ഇങ്ങനെ H2+ അയോൺസ് ആണ് അല്ലേ. H2+, രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇവർക്ക് രണ്ടു പേർക്കും കൂടെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് എത്രയുണ്ട്? ഒരു ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് ഒരു ഇലക്ട്രോൺ, 1s1 കോൺഫിഗറേഷൻ ആണ്. അടുത്ത ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് 1s1 കോൺഫിഗറേഷൻ ആണ്. ഇത് SA എന്നും SB എന്നും കൊടുക്കാം. ജസ്റ്റ് രണ്ട് വ്യത്യസ്തങ്ങളായ ആറ്റങ്ങളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, വ്യത്യസ്തങ്ങളായ ഹൈഡ്രജൻ ആറ്റംസ് ആണെന്ന്. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷേ H2+ അയോൺ ആകുമ്പോഴത്തേക്ക് എത്ര ഇലക്ട്രോൺസേ കാണത്തുള്ളൂ? ഒരു ഇലക്ട്രോണേ കാണത്തുള്ളൂ. ഓക്കെ, അതിനെ നമ്മളൊന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. A എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റവും B എന്ന് പറയുന്നത് രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റവും ആണ്. And these two hydrogen atoms are separated at a distance of capital R. And the single electron present in this H2+ ion is represented as E. കണ്ടോ, E എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന സിംഗിൾ അയോണിനെയാണ്. And E is at a distance of RA from capital A and at a distance of RB from B hydrogen atom. ഓക്കെ, ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മുടെ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ അയോണിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ പ്ലേസ് ഇവിടെ തന്നെ ആവണമെന്നില്ല, ഇങ്ങോട്ടും മാറാം. അപ്പോൾ എന്ത് വ്യത്യാസപ്പെടുന്നുണ്ട്? RAയും RBയും വ്യത്യാസപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ വെച്ചിട്ട് നമ്മുടെ ഈ ന്യൂക്ലിയസ് കുറച്ചുകൂടി ഹെവിയാണ്, ഇലക്ട്രോൺസിനെക്കാളും കുറച്ചുകൂടി ഹെവി ആയതുകൊണ്ട് ഇവരുടെ ക്യാപിറ്റൽ R ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തൽക്കാലം നമ്മൾ അനക്കുന്നൊന്നുമില്ല. അത് എന്താണ്, ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ വെച്ച് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ കുറേ കൺസെപ്റ്റ്സും സോൾവ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെയുള്ള ഓൾമോസ്റ്റ് നമ്മൾ നിങ്ങളുടെ കെമിക്കൽ ബോണ്ടിങ് 4 എന്ന് പറയുന്ന സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സിമിലർ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമ്മളത് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇത്രയും ക്ലിയർ ആയല്ലോ. ഹൈഡ്രജൻ മോളിക്യൂൾ അയോണിൻ്റെ ഒരു സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഇപ്പം തൽക്കാലം മനസ്സിലായല്ലോ. നൗ here this is the only one molecular system for which Schrödinger equation has been solved exactly. ഓക്കെ, അപ്പോൾ ഒരു റിയൽ സിസ്റ്റം ആണ്. ഒരു മോളിക്യൂളിൻ്റെ കേസിൽ നമുക്ക് സോൾവ് ചെയ്തിരിക്കുന്നത് H2+ അയോണിൻ്റെ കേസിൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വൺ ഇലക്ട്രോൺ സിസ്റ്റം. H2+ ion is separated in elliptical coordinates with 2 nuclei at 2 foci of an ellipse. That means നമ്മൾ ഹൈഡ്രജൻ ആറ്റം ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നടുക്ക് പിന്നെ 1s ഓർബിറ്റിൽ മാത്രമേ ഉള്ളൂ. ന്യൂക്ലിയസ് അകത്താണെങ്കിൽ ഒരു സിംഗിൾ, അതായത് സർക്കുലർ അല്ലെങ്കിൽ സ്ഫെറിക്കലി സിമെട്രിക്കൽ കോർഡിനേറ്റ്സ്, സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഡിഫൈൻ ചെയ്യുന്നത്. ഓർക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ച് ഇവിടെ ഒരു ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യുക. ദിസ് ഇസ് ദ ഡിസ്റ്റൻസ് R എന്ന് പറഞ്ഞിട്ട് തീറ്റ ഫൈ എന്ന് പറയുന്ന ആംഗിൾസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. അപ്പം നമ്മൾ പിന്നെ നമ്മുടെ മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം ഹൈഡ്രജൻ മോളിക്യൂൾ അയോണിനെ വരുമ്പോഴത്തേക്കും രണ്ട് ന്യൂക്ലിയൈ ഉണ്ട്, രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഇൻ ടേംസ് ഓഫ് എലിപ്റ്റിക്കൽ കോർഡിനേറ്റ്സ്. ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഇൻ ടേംസ് ഓഫ് എലിപ്റ്റിക്കൽ കോർഡിനേറ്റ്സ്. Okay, now another important factor is that the wave functions of H2+ ion are called molecular orbitals. Okay, the wave functions of H2+ ions are called molecular orbitals. നമുക്ക് അതിലേക്ക് കടക്കാം, വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ ട്രയൽ LCAO-MO, ദാറ്റ് ഈസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ആണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ട്രയൽ വേവ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്ന psi is equal to A1 1SA plus A2 1SB. ഓക്കെ, എന്താ പിന്നെ വേരിയേഷൻ പാരാമീറ്റേഴ്സ് ആണ് എന്താ A1ഉം A2 എന്ന് പറയുന്നത്.
A1 and A2 are the variational parameters, and these 1s A യും 1s B എന്ന് പറയുന്നത് എന്താണ്? They are the wave functions corresponding to A hydrogen atom and B hydrogen atom. 1s ഓർബിറ്റൽ അല്ലേ ഉള്ളൂ s ഓർബിറ്റൽ ഹൈഡ്രജൻ ആറ്റത്തിന്. അതാണ് ഒന്നാമത്തെ ഹൈഡ്രജന്റെ 1s ഓർബിറ്റലും രണ്ടാമത്തെ ഹൈഡ്രജന്റെ 1s ഓർബിറ്റലും. ഓക്കെ, സോ ദ ഹൈഡ്രജൻ മോളിക്യൂൾ അയൺ, തൽക്കാലം നമ്മളിവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണം ഒന്നും നമ്മൾ MO തിയറിയിൽ കൺസിഡർ ചെയ്യാറില്ല. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്തേ ഉള്ളൂ? അറ്റോമിക് ഓർബിറ്റൽസിന്റെ കോമ്പിനേഷൻ ആണ്. അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് മോളിക്കുലർ ഓർബിറ്റ്സ് ഫോം ചെയ്യുന്നു. അതിനുശേഷമാണ് ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അത് പ്രത്യേകം ഓർത്തോണം. അറ്റോമിക് ഓർബിറ്റൽസ് ലീനിയർലി കമ്പൈൻ ചെയ്ത് പുതിയ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നു. ആ മോളിക്കുലർ ഓർബിറ്റൽസിനെ നമ്മൾ എനർജി വൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. അപ്പം H2+ ആണെങ്കിലും H2 ആണെങ്കിലും എല്ലാ കേസിലും ഇലക്ട്രോൺ ഫില്ലിംഗ് പിന്നീടാണ് നടക്കുന്നത്. അപ്പം ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ അയോണിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു ഹാവ് ടു റൈറ്റ് ഡൗൺ ദ ട്രയൽ വേവ് ഫംഗ്ഷൻ psi and psi as a linear combination of these two atomic orbitals, 1sa and 1sb. Okay, here 1sa represents 1sa represents 1 by root pi e raised to minus ra, and 1sb is equal to 1 by root pi e raised to rb. These are the atomic orbitals centered around hydrogen atoms A and B. ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ കണ്ടീഷൻസ് ഓഫ് LCAO MO. ഓക്കെ, ഇത് കാര്യങ്ങൾ ഓർത്തിരിക്കണം. നമ്മൾ ഏതൊരു മോളിക്കുലർ സിസ്റ്റം സോൾവ് ചെയ്യാൻ പോവുകയാണെങ്കിലും ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ദ മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോംഡ് ബൈ ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. നമ്മൾ മോളിക്യൂൾസ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അറ്റോമിക് ഓർബിറ്റൽസ് ആയിട്ട് നമ്മൾ പറയില്ല. പിന്നെ എന്തായി? അറ്റോമിക് ഓർബിറ്റൽസ് ലീനിയർലി കമ്പൈൻ ചെയ്ത് എന്തായി മാറുന്നു? മോളിക്കുലർ ഓർബിറ്റൽസ് ആയിട്ട് മാറുന്നു. The atomic orbitals of only matching symmetry with respect to the bond axis can combine. അപ്പം ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട എന്താണ്? വെറുതെ എല്ലാ അറ്റോമിക് ഓർബിറ്റൽസും തമ്മിൽ കമ്പൈൻ ചെയ്യില്ല. അവർക്ക് തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഒരു മാച്ചിങ് സിമെട്രി ഉണ്ടായിരിക്കണം. ഓക്കെ, then atomic orbitals of only matching energy can combine. മാച്ചിങ് സിമെട്രി വേണം, മാച്ചിങ് എനർജി വേണം. And each of these combinations yield two molecular orbitals, that is a bonding and an anti-bonding. But two atomic orbitals ആണ് combine ചെയ്യുന്നെങ്കിൽ we will get two molecular orbitals. Okay, and one is called bonding molecular orbital and another one is known as anti-bonding molecular orbital. In MO theory, the electrons move about the polycentric nuclei of the molecule. അതായത് നമ്മൾ ഹൈഡ്രജന്റെ കേസ് എടുക്കുകയാണെങ്കിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, അതിൻ്റെ ന്യൂക്ലിയസ് ആണ് എയും ബി എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് ഇതിന് ചുറ്റിനുമായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നതെന്ന്. അതായത് പോളിസെൻട്രിക് ആയിട്ടാണ് നിൽക്കുന്നത്. പോളിസെൻട്രിക് ആറ്റം എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക് മോളിക്യൂൾസിനെ പറയാം. ഓക്കെ, there is no individual existence of atomic orbitals, and for ഇപ്പം നമുക്ക് ഇതിപ്പോൾ ഹൈഡ്രജന്റെ കേസ് പറഞ്ഞു, n number of atomic orbitals ആണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ n number of atomic orbitals കമ്പൈൻ ചെയ്യാന്ന് വെച്ചോ. that means അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് കാർബണിൻ്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 1s 2s 2p ഇത്രയും കിടക്കുവാണ്. 1s1 1s2 2s2 2p 2 അല്ലേ? അത് തന്നെ 2px1ഉം 2py1ഉം ആയിട്ടാണ് കിടക്കുന്നത്. 2px1 അതുപോലെ 2py1. ഒരു കാർബൺ മോളിക്യൂൾ ഉണ്ടായി എന്ന് വെച്ചോ, C2 വരുവാണെങ്കിൽ 1s2ൻ്റേത് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ s ഓർബിറ്റൽസും 2s ഓർബിറ്റൽ, അതായത് 1 2 3 4 അറ്റോമിക് ഓർബിറ്റൽസ് ഫ്രം ഈച്ച് കാർബൺ ആറ്റം. അപ്പോൾ ടോട്ടലി 8 അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ട്. 8 അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത്
പുതിയ 8 molecular orbitals ഫോം ചെയ്യും. ഓക്കെ, ആൻഡ് നമ്മുടെ psi ഫംഗ്ഷൻ എന്ന് പറയുന്നത് A1 phi1 പ്ലസ് A2 phi2 പ്ലസ് A3 phi3 പ്ലസ് എക്സെട്ര അപ് ടു AJ phi j ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ AJ phi j എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഹൈഡ്രജൻ മോളിക്യൂൾ അയോണിൻ്റെ തന്നെ നമുക്ക് ശരിക്കും അതിനെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ദിസ് ഇസ് നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന സെയിം പിക്ചർ തന്നെയാണ്. And we can represent the trial wave function as a linear combination of 1s1, 1sa and 1sb atomic orbitals. And from the quantum mechanical postulates, we know that the average energy or expectation value can be represented as integral psi star h cap psi d tau divided by integral psi star psi d tau. Here this psi represents this trial wave function, and the Hamiltonian operator for this hydrogen molecule ion can be represented as this. Okay, here as we know that this Hamiltonian operator is a total energy operator, that is it contains both kinetic energy part as well as the potential energy part. And this first term represents the the kinetic energy part, that is minus h cross square divided by 2m into del square minus E square by RA. This represents the that is ഇലക്ട്രോണും എ എന്ന് പറയുന്ന ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ ആണ് വരുന്നത്, പൊട്ടൻഷ്യൽ എനർജി അട്രാക്ഷൻ ആണ്, അതുകൊണ്ട് നെഗറ്റീവ് സൈൻ വരുന്നു. അതുപോലെ ഇ സ്ക്വയർ ബൈ ആർ ബി എന്ന് പറയുന്നത് ദിസ് ടേം. ഓക്കെ, ഈ ഇലക്ട്രോണും ബി ആറ്റവും തമ്മിലുള്ള അട്രാക്ഷൻ ആണ് അവിടെ വരുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇ സ്ക്വയർ ബൈ ആർ റെപ്രസെൻറ്റ്സ് ദ റിപ്പൾഷൻ ടേം, ദാറ്റ് ഈസ് എ ആൻഡ് ബി തമ്മിലുള്ള റിപ്പൾഷൻ ആണ് E square by R എന്ന് പറയുന്നത്. Okay, now or in terms of atomic units we can rewrite this Hamiltonians like this. And on applying variation theorem apply ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് E is equal to integral psi star h psi d tau divided by integral psi star psi d tau ആണ്. And we substitute the values of psi star here. That is, after substitution we will get an equation like this, and after this expansion, differentiation and manipulation resulted in the secular determinant, or we can express this function in the form of a secular determinant. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ഫോർത്ത് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ് സെക്കുലർ ഡിറ്റർമിനന്റ് എങ്ങനെ എഴുതാമെന്ന്. ദാറ്റ് ഈസ് എച്ച് എ എ മൈനസ് ഇ എസ് എ എ, എച്ച് എ ബി മൈനസ് ഇ എസ് എ ബി, എച്ച് ബി എ മൈനസ് ഇ എസ് ബി എ ആൻഡ് എച്ച് ബി ബി മൈനസ് ഇ എസ് ബി ബി ഇസ് ഈക്വൽ ടു 0. ഇവിടുത്തെ എച്ച് എന്ന് പറയുന്ന ദിസ് ഇസ് നോട്ട് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ, ദിസ് ഇസ് ആൻ ഇൻ്റഗ്രൽ. എന്താണ്, നമുക്കിതിനെ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ് ഇവിടെ. ദാറ്റ് ഈസ് ബി എ എന്നുള്ളത് എച്ച് ബി എ ഇസ് ഈക്വൽ ടു എച്ച് എ ബി തന്നെയാണ്. അത് ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ആൻഡ് വാട്ട് ഈസ് എച്ച് എ എ? എച്ച് എ എ ഓർ എച്ച് ബി ബി ഈസ് നോൺ ആസ് ദ കുളുംബ് ഇൻ്റഗ്രൽ. എച്ച് എ ബി ഈസ് നോൺ ആസ് ദ എക്സ്ചേഞ്ച് ഇൻ്റഗ്രൽ ഓർ റെസൊനൻസ് ഇൻ്റഗ്രൽ. And SNM or SAB is represents the overlap integral. നമ്മൾ നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നതാണ് എന്താണെന്നുള്ളത്, എന്നാൽ ഒരിക്കൽ കൂടി പറയാം. കുളുംബ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ സൈ സ്റ്റാർ സൈ എൻ സ്റ്റാർ എച്ച് ക്യാപ് സൈ ഡി ടോയാണ്. ആൻഡ് ദിസ് റെപ്രസെൻറ്റ്സ് the energy of an electron isolated in an atomic orbital. In this we will regard this energy as being unaffected by any other nuclei. Its value is always negative. Exchange integral അല്ലെങ്കിൽ resonance integral എന്ന് പറയുന്നത് integral psi star n psi n star h cap psi m d tau. It represents the energy of an electron in the fields of the atoms n and m, and the value depends on the distance between the atoms. And H and M is equal to 0 when N and M are not bonded,
and HNM is equal to beta when N and M are bonded. And the third type is overlap integral, that is integral psi n psi m d2, which is the probability of finding electron at atoms N and M. Okay, and if N is equal to M, this S11, S22, S33, SNM is equal to 1. And if N and M are not close together, then SNM is equal to 0. So all these things ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്ന പോർഷൻസ് ആണ്. ഓക്കെ, അത് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. Okay, ഇവിടെ S1sa and 1sb are same for hydrogen H2 plus ion system. Therefore, HAA യും HBB യും ഈക്വൽ ആയിട്ട് വരും. അതുപോലെ തന്നെ HAB is equal to HBA. അതുപോലെ SAA is equal to SBB is equal to 1. നമ്മൾ ഇത് തൊട്ട് മുമ്പിലത്തെ സ്ലൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Secular determinant, we can write it like this. That is HAA minus E, HAB minus ES. ഇവിടെ S എന്ന് പറയുന്ന 1 ആയി മാറിയിരിക്കുന്നു. ഇവിടെ S വാല്യൂ ഉണ്ട്. ആൻഡ് HAB minus ES and HBB minus E. ഇവിടെയും എസിൻ്റെ വാല്യൂ എന്തായി മാറി? 1 ആയിട്ട് മാറി. ഓക്കെ, is equal to 0. Or we can write like this. On solving, ഇതൊരു നമുക്ക് HAA minus E the whole square is equal to ഇത് വന്നു. Or നമുക്ക് എങ്ങനെ HAA minus E is equal to, we can write it as plus or minus. കാരണം എന്താ? സ്ക്വയർ ടേം ആണ്. സ്ക്വയർ ടേം ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത്. And on solving this equation, we will get two values of energy. Okay. On solving this, we will get two values of energy, that is E plus and E minus. Okay, ഇവിടെ നിന്ന് കണ്ടല്ലോ പ്ലസ് ആൻഡ് മൈനസ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പം we will get two energy values that are E plus and E minus, which can be represented like this. That is E plus is equal to HAA plus HAB divided by 1 plus S, and this corresponds to lower energy state of the molecule, and E minus is equal to HAA minus HAB divided by 1 minus S. This corresponds to higher energy state of the molecule. കാരണം എന്ന് പറയുന്നത് HAA യും HB യും എന്ന് പറയുന്നത് എന്താണ്? They have negative values. അപ്പോൾ ഇത് ഹയർ എനർജി ലെവലിലേക്കും പോവും. ഇതെന്തായി? ലോവർ വാല്യൂസ് ആയിട്ട് നിൽക്കും. ഓക്കെ, ആൻഡ് what is HAA and what is HAA? That is integral 1sa H cap 1sa d2. Okay, അവിടെ നമ്മൾ H cap എന്നുള്ളതിന് നമ്മുടെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് -1/2 del square -1/RA -1/RB plus 1/R into 1sa d2 into അല്ല of 1sa d2. This is the Hamilton. നമ്മളിവിടെ 1sa H ക്യാപ്പിന് പകരം എന്ത് കൊടുത്തു? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു ഓപ്പറേറ്റർ ഫങ്ഷൻസ്. അതുകൊണ്ട് നമുക്കിതിനെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആയിട്ട് കൊടുക്കാം. നമുക്ക് ബ്രാക്കറ്റ് ഇതിനുള്ളിലേക്ക് കടക്കാം. അപ്പോൾ കടന്നു കഴിയുമ്പോൾ HAA is equal to integral 1sa ഈ ടേം, that is 1/2 minus 1/2 del square minus 1/RA. ഇത്രയും മാത്രം എടുത്തു. 1sa d2 മൈനസ് അടുത്ത ടേം കൊടുത്തു ആൻഡ് ലാസ്റ്റ് ടേം കൊടുത്തു. ഓക്കെ, ആൻഡ് ദിസ് ടേം, ഓക്കെ, ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്യുവർ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ പ്യുവർ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇൻ്റഗ്രലാണ് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് this corresponds to EH, that is energy of hydrogen atom. This corresponds to energy of hydrogen atom,
and this term can be represented as small j. This term, the second term, corresponds to, or we can replace it with an integral j, and this integral gives the Coulomb interaction between one of the nuclei and the electron, and it is also known as the Coulomb integral. And the third one is the third portion. Okay, integral 1s a into integral 1s a, sorry, integral of 1 by capital R നമുക്ക് പുറത്തേക്ക് എടുക്കാം. 1 by capital R പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിന് ഇൻ്റഗ്രലിനുള്ളിൽ എന്താ വരുന്നത്? 1s a d2 that is equal to 1. നമുക്ക് ഒരു ഇക്വേഷൻ ഇല്ലേ, ഇൻ്റഗ്രൽ psi star psi d2 is equal to എന്താണ്? 1. നോർമലൈസേഷൻ. അതുകൊണ്ടാണ് 1 by R of 1sa into 1sa into d2 is equal to എന്തായി വരും? 1 by R into 1. അതാണ് ഇവിടെ കൊടുക്കുന്നത്. So this term reduces to 1 by R. Therefore, HAA becomes EH, that is the energy of hydrogen atom, and minus of J plus 1 by R. Okay, this term represents the repulsive interaction between the nuclei. Okay, and similarly, we can write HAB. HAB എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? HAB is equal to integral 1sa h cap 1sb d2. Then here also you have to substitute the value of h cap and integration by parts. Integration by parts വരുമ്പം normally ഇതെന്തായി മാറി? This term reduces to first term എന്ന് പറയുന്നത് that represents EH, that is ഈ ഒരു term എന്തായി മാറി? EH എന്ന് പറയുന്ന term ആയി. Okay, that is EH. അത് കൂടാതെ ഇപ്പം നോക്കിക്കേ, ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്ന 1sa ഒന്നുകൂടെ 1sa ബ്രാക്കറ്റിൽ 1 by 2 minus 1 by 2 del square minus 1 by RA into 1sb d2 ആയിരുന്നു, which is equal to ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്? This corresponding to EH, and the integral 1sa 1sb d2 എന്ന് പറയുന്നത് this corresponds to S, that is the overlap integral. Therefore, ഈ ടേം എന്തായി മാറി? This term reduces to EHS. മനസ്സിലായല്ലോ? And the second term can be replaced by another term, that is K. The second termനെ നമുക്ക് എന്തായിട്ട് replace ചെയ്യാം? This can be replaced by the letter K. Okay, and the integral K reflect the electron is not associated exclusively with any one of the proton but equally with both. രണ്ടുപേരുമായിട്ട് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ്. And this integral is called the exchange integral. ഇതിന് corresponding ആയിട്ട് വരുന്നത്. Okay, and the third term ആണെങ്കിലും 1 by R നമ്മൾ പുറത്തെടുത്തു. Integral 1sa into 1sb d2 ആണ്. This 1s integral 1sa into 1sb എന്ന് പറയുന്നത് എന്താണ്? That is 1 by R ആണ് ഇത്. That is equal to 1 by R into S. Okay, this is represented here. Clear ആയല്ലോ? Okay, and therefore this equation reduces in this form, that is HAB is equal to EHS minus K plus S by capital R. Okay, അപ്പോൾ നമുക്ക് HAA കിട്ടി, HAB കിട്ടി അല്ലേ? ഇനി നമുക്ക് ഒന്നുകൂടെ ആ ഇക്വേഷൻസ് ഒന്നുകൂടെ ഒന്ന് എടുത്തെഴുതാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒബ്സർവേഷൻസ് ഇതൊക്കെയാണ്. that is HAA is equal to EH minus J plus 1 by R and HBAB is equal to EHS minus K plus S by R, and
E plus എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് HAA plus HAB divided by 1 plus S and E minus എന്ന് പറയുന്നത് HAA minus HAB divided by 1 plus S 1 minus S നമുക്ക് എനർജി വാല്യൂസ് നേരത്തെ കിട്ടിയിട്ടുണ്ട് ആൻഡ് ഹിയർ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ് ഈ വാല്യൂസ് ഇവിടെ HAAക്കും HABക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എനർജി E plus as EH minus J plus K divided by 1 plus S plus 1 by R and E minus is equal to EH minus J minus K by 1 minus S divided plus 1 by capital R. And the integrals J, K and S are evaluated by indirect method and substitute them in the above energy expressions to solve them. Plot their values as a function of internuclear distance R. ഓക്കെ ഇവിടെ നമുക്ക് പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ വൈ ആക്സിസ് എനർജി വാല്യൂവും എക്സ് ആക്സിസിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ആർ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസും ആണ് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഓരോ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇ പ്ലസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് കിട്ടും അതുപോലെ ഇ മൈനസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് കിട്ടും അപ്പോൾ ഇ പ്ലസിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ് and if we plot E minus we will get a plot like this but രണ്ട് energy levels ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് E plus and E minus for the same value of R by substituting in two different equations okay so അത് ഞാൻ കുറച്ചുകൂടെ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട് here in this curve we can see a depth അല്ലേ ഒരു deep portion കാണുക ഒരു minimum portion കാണും this corresponds to 1.32 angstrom okay and the energy value evaluated is 1.77 electron volts ആണ് but experimentally determined value എന്ന് പറയുന്നത് 2.8 electron volts ആണ് but അത് നമുക്ക് ഈ ട്രയൽ വേവ് ഫംഗ്ഷന്റെ A1ഉം A2നെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് കണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് accurate ലെവലിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും okay so we will get two energy values one is ഇത് എന്താണ് ഒരു മിനിമം കാണിക്കുന്ന എന്താണ് മിനിമം സൈഡിലോട്ട് വരുവാണെങ്കിൽ that represents a stable condition this corresponds to bonding condition while this state corresponds to anti-bonding condition which is less stable or unstable condition ഇപ്പോൾ ഒരു മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ബോണ്ടിങ് നടന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ സ്റ്റെബിലൈസ്ഡ് ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ otherwise we can't say it is the system is stabilized anti-bonding എപ്പോഴും destabilization effect കൊടുക്കുന്നു but the bonding condition എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ് ഒരു stabilization condition ആണ് കൊടുക്കുന്നത് okay now let's see how to determine the wave functions നമ്മുടെ secular equations ആണ് ഈ കൊടുത്തിരിക്കുന്നത് secular determinant ൽ നമുക്ക് കിട്ടുന്ന secular equations നമ്മൾ ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ് and I can replace SAA നമുക്ക് replace E with energy with E plus കൊണ്ട് replace ചെയ്യാം E plus കൊണ്ട് replace ചെയ്യുമ്പോഴത്തേക്കും ഈ equation നമുക്ക് ഈ ഒരു രീതിയിലോട്ട് വരും SAA എന്ന് പറയുന്നത് 1 ആണ് SBB എന്ന് പറയുന്നതും 1 ആണ് okay അപ്പം അതിനനുസരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ എന്ന് പറയുന്നതിനെ E plus കൊണ്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നു and now we have to substitute the value of E plus in these equations E plus എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു that is EH minus E plus എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു E plus എന്ന് പറയുന്നത് that is equal to EH minus J plus K divided by 1 plus S plus R 1 by R എന്ന് പറയുന്നുണ്ടല്ലോ equation ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക and simplify ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു then simplify ചെയ്തെടുക്കുവാണ് then simplify ചെയ്തെടുക്കുമ്പോഴത്തേക്കും simplify ചെയ്ത് വരുമ്പോഴത്തേക്കും we will get A1 is equal to A2 അപ്പം
നമ്മുടെ കോഎഫിഷ്യൻസ് A1 ഉം A2 എന്തായിട്ട് മാറി? സെയിം ആയിട്ട് മാറി. Okay. Now the condition for normalization, we know that integral psi star d tau should be equal to 1. അപ്പം നമുക്ക് psi star എന്ന് പറയുന്ന psi എന്ന് പറയുന്ന ട്രയൽ വേവ് ഫംഗ്ഷൻ ആയിരുന്നു. A1 1sa plus A2 1sb the whole square d tau is equal to 1. And നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൻ്റെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് കൊടുത്തു. ആൻഡ് integral 1sa square d tau എന്ന് പറയുന്നത് again this term corresponds to 1. കാരണം എന്താ? integral psi square d tau എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതുകൊണ്ട് this term corresponds to 1. And this term corresponds to 1. That is a1 square plus a2 square plus 2a1 a2. This one corresponds to overlap integral s is equal to 1. Okay. And but നമുക്കറിയാവുന്ന ബട്ടല്ല അവിടെ വരണ്ടേ. since a1 is equal to a2, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? That is a1 is equal to a2 is equal to 1 by root of 2 into 1 plus s. ഇതിനെ സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ we will get a1 is equal to a2 is equal to 1 by square root of 2 into 1 plus s. And therefore we can represent this psi plus is equal to 1 by square root of 2 into 1 plus s into 1sa plus 1sb, and psi minus is equal to 1 by square root of 2 into 1 plus s into 1sa minus 1sb. ഇത് എങ്ങനെ എഴുതി കിട്ടുന്നത്? We have to put the values. നമ്മൾ psi square എന്ന് പറയുന്നത് എന്താണ്? psi എന്ന് പറയുന്നത് രണ്ട് പോസിബിലിറ്റി ആണ് വരുന്നത്. രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് നമുക്ക് പുതിയത് രണ്ട് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. അപ്പോൾ അതാണ് നമുക്കിവിടെ ഒബ്സർവേഷൻ ആയിട്ട് വരുന്നത്. ഈ സൈ മൈനസ് കിട്ടുന്ന നമ്മൾ ഈ സെയിം ഇക്വേഷൻ ഈ മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് സൈ മൈനസ് കിട്ടുന്നത്. ഓക്കെ. സൈ മൈനസ് ഇവിടെ ഈ മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് സൈ മൈനസ് എന്ന് പറയുന്നത് കാണിക്കും. ആൻഡ് ദിസ് വേവ് ഫംഗ്ഷൻ കറസ്പോണ്ട്സ് ടു this wave function corresponds to bonding molecular orbital, and this corresponds to anti-bonding molecular orbital wave function. നമുക്ക് ഇതിന്റെ ഈ ഒരു കോമ്പിനേഷനെ കുറിച്ച് ഒന്ന് നോക്കാം. മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നതിനെ കുറിച്ച്. The 1s atomic orbital on the two hydrogen atoms interact to form two new molecular orbitals, one produced by taking the sum of two hydrogen 1s wave functions. നോക്കുക, sum of two hydrogen 1s wave functions and other produced by taking their difference. Adding two atomic orbitals corresponding to constructive interference between two waves. അതായത് നമുക്ക് ഒരു അറ്റോമിക് ഓർബിറ്റലിൽ ഇങ്ങനെ ഒരു വേവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ബിറ്റ്വീൻ ടു വേവ്സ്, ദസ് റീഇൻഫോഴ്സിങ് ദെയർ ഇൻറ്റൻസിറ്റി. നമുക്കിങ്ങനെ ഇതായിട്ട് വരും, ഇൻറ്റൻസിറ്റി കൂട്ടി വരും. ദ ഇന്റർന്യൂക്ലിയർ ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈസ് ഇൻക്രീസ്ഡ്. The molecular orbital corresponding to the sum of two hydrogen 1s orbital is called a sigma 1s combination. And in a sigma orbital, a bonding molecular orbital in which the electron density along the internuclear axis and between the nuclei has central symmetrical has a cylindrical symmetry, that is, all cross sections perpendicular to the internuclear axis are circles. The subscript 1s denotes the atomic orbitals from which the molecular orbital was derived. Conversely, subtracting that one atomic orbitals from another correspond to destructive interference between the two waves, which reduces their intensity and causes a decrease in the internuclear electron probability density. The resulting pattern contains a node.
a node part കാണും where the electron density is 0. And the molecular orbital corresponding to the difference is called the anti-bonding molecular orbital, that is represented by an asterisk sign. An anti-bonding molecular orbital in which there is a region of zero electron probability or a nodal plane perpendicular to the internuclear axis. There is a region of zero electron probability, that is a nodal plane perpendicular to the internuclear axis. So these are the different characteristics of this MOs and that is bonding molecular orbitals and the anti-bonding. Now let's see the wave function. This represents the psi functions. Okay, psi function ആയിട്ട് കൊടുക്കുകയാണ്. psi plus കൊടുക്കത്തില്ലേ, psi function ആണ് ഈ കൊടുത്തിരിക്കുന്നത്. രണ്ട് atomic orbitals ആണ് ഇവിടെ കൊടുക്കുന്നത്. And ഇത് combine ചെയ്ത് molecular orbital form ചെയ്യുകയാണ്. This also represents the psi function. നോക്കുക, ഇതാണ് ഇതിന്റെ psi square, that is square of wave function ആണ്. psi square value ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. psi square plot ചെയ്യുവാണെങ്കിൽ we will get a curve like this and the molecular orbital observes like this. ഒരു cylindrical symmetry നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും with two nuclei, two focus ഉള്ള ഒരു elliptical path നമുക്ക് ഇത് കാണാൻ പറ്റും. Whereas this represents the destructive interference between the two waves. Okay, ഇതാണ് psi function, ഒരു 1s orbitalന്റെ psi function. This represents another 1s orbital. And ഇത് തമ്മിൽ constructive അല്ല, destructive interference ആണ് നടക്കുന്നത്. And as a result we will get a node here. You can see a node here. Okay, ഇത് zero probability ആണ് കാണിക്കുന്നത്. And we will get a nodal plane while we plotting the psi square value. Psi square plot ചെയ്യുമ്പോൾ we will get a nodal plane here. This corresponds to the wave function and psi square functions of bonding molecular orbital and anti-bonding molecular orbital. Okay, and ഇതുപോലെ തന്നെ ഇവർക്ക് നമുക്ക് എനർജി ലെവൽ ഡയഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. The sigma 1s bonding molecular orbital is stabilized relative to the 1s atomic orbitals, and the sigma star 1s antibonding molecular orbital is destabilized relative to 1s atomic orbital. Okay, so this is the energy level diagram. This represents the energy, and these two corresponds to the 1s orbital of hydrogen atom. Only one hydrogen atom contains an unpaired electron. Atomic orbitals ആണ് ഇത് രണ്ടെണ്ണം കൊടുക്കുന്ന atomic orbitals ആണ്. And after the formation of molecular orbital, ഒരെണ്ണം lower energyയും ഒരെണ്ണം higher energy ലെവലിലേക്കും മാറും. Okay, and here നമ്മൾ അതിന് ശേഷമാണ് molecular orbitals ഫോം ചെയ്തതിന് ശേഷമാണ് എന്തെന്ന് നടക്കുന്നത്, ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ ഇലക്ട്രോണേ ഉള്ളത് കൊണ്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ മൂവ് ടു ദ ലോവസ്റ്റ് എനർജി ഓർബിറ്റൽ. To describe the bonding in homonuclear diatomic molecule, that is a molecule that consists of two atoms of same element such as hydrogen, we use molecular orbitals. That is, for a molecule in which two identical atoms interact, we insert a total number of valence electrons into the energy level diagram. We fill the orbitals according to the Pauli principle and Hund's rule. That is, each orbital can accommodate a maximum of 2 electrons with opposite spins, and the orbitals are filled in order of increasing energy. Because each hydrogen atom contributes 1 electron, the resulting 2 electrons are exactly enough to fill the sigma 1s molecular orbital. ഇവിടെ ഹൈഡ്രജൻ മോളിക്യൂൾ അയോൺ നോക്കുകയാണെങ്കിൽ 1 ഇലക്ട്രോണേ വരത്തുള്ളൂ. ഹൈഡ്രജൻ മോളിക്യൂൾ നോക്കുകയാണെങ്കിൽ the 2 electrons enter an orbital whose energy is lower than that of the parent atomic orbitals. So the H2 molecule is more stable than the two isolated hydrogen atoms. Thus, molecular orbital theory correctly predicts that hydrogen molecule or H2 plus ion
or H2 plus ion is a stable molecule. Bonds form when electrons are concentrated in the space between the and next we have to consider is the bond order in molecular orbital theory. നമുക്ക് ഇത് ജസ്റ്റ് നിങ്ങൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി റഷിൽ പോകുന്നത്. In Lewis electronic structure, the number of electron pairs holding two atoms together was called the bond order. In the molecular orbital approach, bond order is the 1/2 of the net number of bonding electrons in a molecule, which can be represented as number of electrons minus number of antibonding electrons divided by 2. This here it is 1/2. Okay, 1/2. And the bond order 1 corresponds to single covalent bond. Double and triple bond contains 4 or 6 electrons respectively and corresponds to bond orders of 2 and 3 respectively. So ഇത് നമ്മളിത് ബാക്കിയുള്ള സിസ്റ്റത്തിലേക്ക് നമുക്കിട്ട് സോൾവ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പം ഇത്രയാണ് എമോ തിയറിയുടെ ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും ഓർത്തോളുക, ഏതൊരു സിസ്റ്റം എടുത്ത് വെച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ഡൗൺ ദ ട്രയൽ വേവ് ഫംഗ്ഷൻ. ട്രയൽ വേവ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് A1 1s1, ഇപ്പം ഹൈഡ്രജൻ ആറ്റത്തിനാണെങ്കിൽ 1s1 1s A2 1s2. ഹീലിയം എടുക്കുവാണെങ്കിലും അതുപോലെ തന്നെ വരും. അതേസമയം ഹൈഡ്രജൻ കഴിഞ്ഞ് ഹീലിയം കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം വരുന്ന ആരാണ്? ലിഥിയം എടുക്കുവാണെങ്കിൽ ലിഥിയം മോളിക്യൂൾ വരുവാണെങ്കിൽ A1 1s1 പ്ലസ് A2 1s2 പ്ലസ് A3 2s1 ആൻഡ് പ്ലസ് A4 2s2 ഇങ്ങനെ വരും. 2s ഓർബിറ്റിലും കൂടെ ഉള്ളതുകൊണ്ട്. ദെൻ ഇപ്പം ലിഥിയം കഴിഞ്ഞ് നെക്സ്റ്റ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ വരുവാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദ ട്രയൽ വേവ് ഫംഗ്ഷൻ ആസ് A1 1s1 പ്ലസ് A2 1s2 പ്ലസ് A3 2s2 പ്ലസ് A4 2s, ഇത് 1 ആണ്, 2s2 പ്ലസ് A5 2px1 പ്ലസ് A5 2px of 2. അപ്പം ഈ രീതിയിൽ നമ്മൾ ട്രയൽ വേവ് ഫംഗ്ഷൻ എഴുതി വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങളതിൻ്റെ കണ്ടീഷൻസ് എംഒയുടെ ആ തിയറി പാർട്ടുകൾ ഞാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ആ പാർട്സുകളെല്ലാം തന്നെ നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പം ഹയർ മോളിക്കുലർ സിസ്റ്റത്തിലേക്ക് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും എഴുതേണ്ട, നമ്മൾ ഓൾറെഡി അതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് യു ഷുഡ് ഹാവ് ടു റൈറ്റ് ഡൗൺ ദിസ് ട്രയൽ വേവ് ഫംഗ്ഷൻ and the theory of LCA or MO. Okay, so thank you for watching. Have a nice day.